നമസ്കാരം, സജിൻ ട്രാവൽ ഡയറക്ട്സിലേക്ക് സ്വാഗതം. അപ്പം ഞാനിപ്പോൾ നിൽക്കുന്നത് ഇറ്റലിയിലെ ലിവോർണോ എന്ന് പറയുന്ന ഒരു പോർട്ടിലാണ്. അപ്പോൾ ഇതാണ് എൻ്റെ ഷിപ്പ്. MSC ഓർക്കസ്ട്ര എന്ന് പറയുന്ന ഷിപ്പാണ്. അപ്പോൾ ഞാനിനി എന്തായാലും ഇന്ന് കുറച്ച് സമയം കിട്ടി പുറത്തേക്ക് ഇറങ്ങാൻ വേണ്ടി. അപ്പോൾ ജസ്റ്റ് നമ്മുടെ ഷട്ടിൽ ബസ്സിനെയൊക്കെ ഒന്ന് നോക്കിയിരിക്കുകയാണ്. പിന്നെ ബസ്സിൽ കയറി ലിവോർണോ എന്ന് പറയുന്ന സിറ്റിയിലേക്ക് നമ്മൾ യാത്ര തിരിക്കാൻ പോവുകയാണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇതിന് മുമ്പേ ഒന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കി ഈ സ്ഥലത്തിനെ കുറിച്ച്. അപ്പോൾ എനിക്ക് അറിയാൻ സാധിച്ചതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഗ്രീസിലും ഈ വെന്നീസിൽ എവിടെ കാണുന്ന ഒരു തരത്തിലുള്ള ഒരു കനാലിൽ കൂടെയൊക്കെ ചെറിയ ചെറിയ ബോട്ടുകൾ ഇങ്ങനെ നിർത്തിയിട്ടുന്ന ഒരു കനാലിൽ കൂടെയൊക്കെ യാത്ര ചെയ്യാൻ സാധിക്കുന്ന ഒരു മനോഹരമായ ഒരു സ്ഥലമാണ് എനിക്ക് ആ ഫോട്ടോസിലൂടെ കാണാൻ സാധിച്ചത്. അപ്പോൾ ആ ഒരു കാഴ്ച കാണാൻ വേണ്ടിയാണ് മെയിനായിട്ട് ഞാൻ ഈ സിറ്റിയിലേക്ക് പോകുന്നത്. അപ്പോൾ എന്തായാലും നമ്മുടെ ഷട്ടിൽ ബസ് ഇവിടെ സ്റ്റോപ്പ് ചെയ്തു. പിന്നെ നമുക്ക് എന്തായാലും നടന്ന് വേണം ഇനിയുള്ള കാഴ്ചകളിലേക്ക് നമുക്ക് പോകാൻ. അപ്പോൾ ഇവിടെ നല്ല തണുപ്പാണ്. ഞാനിപ്പം ഉച്ചയ്ക്ക് 1 മണി സമയമായി. പക്ഷെ എന്നിരുന്നാലും നല്ല തണുപ്പാണ്. നമ്മുടെ കൈയൊക്കെ ഇങ്ങനെ മരവിച്ചു പോകുന്നൊരു തണുപ്പാണ്. നമ്മുടെ പ്രത്യേകിച്ച് മലയാളികൾക്ക് നമുക്ക് ഈ മഞ്ഞും ഈ തണുപ്പൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ അത് 1-2 ദിവസത്തേക്ക് മാത്രം. ആ ഒരു ഫീലൊന്ന് അനുഭവിച്ച് പിന്നീട് അതിൻ്റെ ബുദ്ധിമുട്ടുകളൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മൾ പതിയെ നമ്മളെ കേരളത്തിലെ കാലാവസ്ഥയെ നമ്മൾ ഇഷ്ടപ്പെട്ടു തുടങ്ങും. എവിടെയെന്ന് വെച്ചാൽ അത്യാവശ്യം നല്ല തണുപ്പാണ്. പക്ഷെ എന്നിരുന്നാലും ഇവിടുത്തെ കാഴ്ചകളിലേക്ക് ഞാൻ വീണ്ടും ഇറങ്ങി ചെല്ലുകയാണ്. കാരണം നമുക്കിനി തണുപ്പൊന്നും പറഞ്ഞിരുന്ന കാര്യമില്ല. ഞാൻ ജാക്കറ്റൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ എന്നിരുന്നാലും നമുക്കെന്തായാലും പുതിയ കാഴ്ചകളിലേക്ക് പോകാം. അപ്പോൾ ഞാൻ ഫോട്ടോയിൽ കണ്ട കാഴ്ചകളൊക്കെയാണ് നമ്മളിപ്പോൾ കണ്ണുമുമ്പ് കാണുന്നത്. ഇതുവരെ കടലും നമ്മുടെ കായലും കൂടെ ഒന്നിച്ച് കിടക്കുന്ന ഒരു സ്ഥലമാണ്. ഇപ്പോൾ ഇവർ ഈ ഫിഷിംഗ് ബോട്ടാണ് ഇതൊക്കെ. ഞാൻ വിചാരിച്ചതെന്ന് പറഞ്ഞാൽ ഈ നമ്മുടെ ടൂറിസം ബോട്ടുകളൊക്കെ ആയിരിക്കും എന്നാണ് വിചാരിച്ചത്. ഇത് ഫിഷിംഗ് ബോട്ടുകളാണ്. അപ്പോൾ നമുക്ക് എന്തായാലും അതിൻ്റെ കാഴ്ചയിലേക്ക് പോകാം. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞാൽ ഈ ഒരു ഫ്രെയിമാണ്, ഈ ഒരു കാഴ്ച, ഈ ഒരു ഫ്രെയിമാണ്. നമ്മുടെ ആൾക്കാർ താമസിക്കുന്ന സ്ഥലത്തിൻ്റെ തൊട്ട് ഫ്രണ്ടിൽ കൂടെ ഒരു കനാൽ ഇങ്ങനെ ഒഴുകി പോകുന്നു. എന്ത് ഭംഗിയെന്നാണ് ആ ഒരു കാഴ്ച. നമുക്ക് എത്ര പറഞ്ഞ് വിവരിക്കണമെന്ന് അറിയത്തില്ല. എന്ത് വൃത്തിയായിട്ട്, എന്ത് മനോഹരമായിട്ടാണ് ആ ഒരു സ്ഥലത്തൂടെ ഇങ്ങനെ ഒഴുകി പോകുന്നത് കാണാൻ ഭയങ്കര ഭംഗിയാണ്. ഇതിൻ്റെ ഇട സൈഡിലായിട്ട് ഒരു പള്ളിയും ഇതിൻ്റെ സെൻട്രലായിട്ട് റോഡും പിന്നെ ഒരു കനാലും അതിൻ്റെ തൊട്ടപ്പുറത്തായിട്ട് ബിൽഡിങ്, ആൾക്കാർ താമസിക്കുന്നതും പിന്നെ ചില റെസ്റ്റോറൻറ്റുകൾ എല്ലാം വളരെ ഭംഗിയായിട്ട് അവർ ആ ഒരു സ്ഥലത്തിനെ ക്രമീകരിച്ചിരിക്കുന്നു. എത്ര വൃത്തിയെന്ന് വേണം ആ ഒരു സ്ഥലത്തിന് നോക്കി കാണാൻ വേണ്ടി. ഭയങ്കര വൃത്തിയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ ആ പള്ളിയുടെ ഫ്രണ്ടിലെ ഒരു കോമ്പൗണ്ടാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഒരു ഗ്രൗണ്ട് പോലത്തെ ഒരു സ്ഥലം. അപ്പോൾ ഇവിടെ ചെറിയൊരു അല്പം വലുതായിട്ട് തന്നെ ഒരു സ്റ്റാറൊക്കെ ഇവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു യൂറോപ്പിൽ ഇപ്പം ക്രിസ്മസിന് ഇവർ നല്ല രീതിയിൽ ലൈറ്റിങ് ചെയ്തിട്ടുണ്ട്. പക്ഷേ എന്തോ എനിക്ക് ഭാഗ്യമില്ല. കാരണം രാത്രി നമുക്ക് ഇറങ്ങേണ്ട ഒരു സമയമില്ല ഷിപ്പിൽ നിന്ന്. അപ്പം നമ്മുടെ രാത്രി യാത്രകളും ഷിപ്പ് യാത്ര മൂവ് ആവും. ഇപ്പോൾ രാവിലെയാണ് നമുക്കിത് കാണേണ്ട കാഴ്ചകൾ. നമ്മൾ ഇഷ്ടംപോലെ ലൈറ്റിങ്ങും കാര്യങ്ങളെല്ലാം കണ്ടു ഈ ക്രിസ്മസിന്. പക്ഷേ അതൊക്കെ ഇങ്ങനെ കത്തിച്ചിട്ട് കാണുന്നതിൻ്റെ ഒരു ഭംഗി അതൊന്നും പറഞ്ഞറിയിക്കേണ്ട ഒരു സംഭവം തന്നെയാണ്. യൂറോപ്പൊക്കെ വേറെ ലെവലായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. നമ്മളാണല്ലോ പുൽക്കൂട് പോലെ ഇല്ലെങ്കിലും ഇവർ ഫുള്ള് ലൈറ്റിങ്ങിലാണ് ഇവിടെ ഫുള്ള് കളി. ആ ഒരു വേറെ ലെവൽ സംഭവമാണ്. നമ്മൾ നേരത്തെ കണ്ട ആ ഒരു പള്ളിയിലെ പഴയൊരു ഭാഗങ്ങളാണ് നമ്മളിവിടെ കാണുന്നത്. ഇപ്പോൾ പുതിയ പള്ളിയാണ് ആ സൈഡ് വെച്ചിരിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ ആ കനാലിൻ്റെ സൈഡിൽ തന്നെ ഈ ലൈറ്റിംഗ് ഒക്കെ ഒരു സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ വഴിയോര ലൈറ്റുകൾ അത് ഭയങ്കര രസമാണ് കാണാനൊക്കെ. അവിടെ എവിടെയായിട്ട് ഈ വഴിയോര ലൈറ്റുകളും ഈ കനാലിൻ്റെ ഒക്കെ വൃത്തി നോക്കി ഭയങ്കര രസമാണ്. ആ വെള്ളം കാണാനും ആ ഒരു സ്ഥലത്തെ മൊത്തത്തിലൊന്ന് കാണാൻ വേണ്ടി ഭയങ്കര രസമാണ്. ഇതിൻ്റെ കുറുകെയുള്ള ചെറിയ ചെറിയ പാലങ്ങൾ അതൊരു വേറെ ഫീലാണ്. അപ്പോൾ നമുക്കെന്തായാലും ഇനി നമുക്ക് ഈ ശകലം ഉള്ളിലേക്ക് ഇന്ന് കയറി നോക്കാം. എന്തൊക്കെയാണ് ഇവിടുത്തെ മെയിൻ കാഴ്ചകളെന്ന് നമുക്ക് നോക്കാം. നമുക്കിതിലും മനോഹരമായ കാഴ്ചകൾ ഇനി കാണാൻ പറ്റുമെന്ന് നോക്കാം. അപ്പം ഇതിൻ്റെ സൈഡിലൊക്കെ ചെറിയ ചെറിയ റെസ്റ്റോറൻറ്റുകളും ഷോപ്പുകളൊക്കെയാണ്. അപ്പം പ്രത്യേകിച്ച് ക്രിസ്മസൊക്കെ ആയതുകൊണ്ട് ഇവിടെ ആൾക്കാരൊക്കെ വളരെ കുറവാണ്. എല്ലാവരും വീടുകളിലും അങ്ങനത്തെ ഈ സ്ഥാപനങ്ങളൊന്നും ജോലിയില്ല. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അതിമനോഹരമായൊരു ഫ്രെയിമാണ് നിങ്ങളെ അടുത്തിന് കാണിക്കാൻ പോകുന്നത്. ഭയങ്കര രസം, ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഫ്രെയിം. ഈ ഒരു കാഴ്ചയാണ് ഫിഷിംഗ് ബോട്ടുകൾ.
നമ്മുടെ നാട്ടിലെ ഫിഷിംഗ് ബോട്ടുകൾ പോലെയല്ല, ഇവിടെ എല്ലാം വളരെ ചെറിയ ഫിഷിംഗ് ബോട്ടുകൾ, ഇഷ്ടംപോലെ ഫിഷിംഗ് ബോട്ടുകൾ നമുക്ക് കാണാം. എനിക്ക് തോന്നുന്നു ഇവരൊക്കെ അന്നന്ന് ജീവിക്കാൻ വേണ്ടി ചെയ്യുന്ന ഓരോരോ പ്രവൃത്തികളായിരിക്കാം. പക്ഷേ വൃത്തി എന്ന് വേണം പറയാം. ആ ഒരു ഫിഷിംഗ് ബോട്ടിൻ്റെ വൃത്തിയും അവരാ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു രീതി, ഇവിടുത്തെ കാഴ്ച എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല. എൻ്റെ കണ്ണു കാണുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഗ്രീസിലും വെന്നീസിലൊക്കെ നമ്മൾ കാണുന്ന ആ ഒരു അതേ സ്ഥലം പോലെയാണ് നമ്മളെ ഈ സ്ഥലം എനിക്ക് കാണാൻ സാധിച്ചത്. ഇതൊക്കെ ഒരു ടൂറിസമായിട്ട് ഇവർ വളർത്തിയെടുത്തുന്നെങ്കിൽ കുറേ കൂടെ നല്ലൊരു നമ്മളെപ്പോലെ യാത്രികർക്ക് കുറേ കൂടെ നല്ലൊരു അനുഭവമായിരിക്കും. എനിക്ക് സത്യത്തിൽ കണ്ടപ്പം എനിക്കും ആ ഒരു ബോട്ടിൽ കയറി യാത്ര ചെയ്യണമെന്നൊക്കെ തോന്നി. അത്രയ്ക്കും വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കാഴ്ചയായിരുന്നു. നമ്മുടെ നാട്ടിൽ നിന്ന് ഇങ്ങനെ ഈ ഒരു ഫ്രെയിം കിട്ടത്തില്ല, ഇങ്ങനെ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടൊരു അനുഭവം കിട്ടത്തില്ല. അതാണ് ഈ ഒരു സ്ഥലത്തിൻ്റെ പ്രത്യേകത. നിസ്സാരം കണ്ട ഒരു ഫിഷിംഗ് ബോട്ടുകൾ, പക്ഷേ ഇതിൻ്റെ ഒരു ഫീലെന്ന് പറഞ്ഞാൽ ഒന്നും പറഞ്ഞറിയിക്കാൻ സാധിക്കില്ല. അങ്ങനെയാണ് ഈ ഗ്രീസും വെന്നീസിലെയും സ്ഥലങ്ങളെ പോലെ തന്നെ ഈ ഒരു ലിവർനോ എന്ന് പറയുന്ന ഈ ഒരു സ്ഥലത്തിലെ കാഴ്ചകളും. അപ്പോൾ നമുക്കെന്തായാലും ഇവിടുത്തെ ഒരു മെയിനായിട്ട് ചർച്ച ചെയ്യേണ്ടത് ഇവിടുത്തെ വൃത്തി തന്നെയാണ്. അതൊരു ഒരു രക്ഷയില്ലാത്ത സംഭവമാണ്. ഇവിടുത്തെ ഈ വളരെ സാധാരണപ്പെട്ട ആൾക്കാരാണ് ഈ ഒരു ഫിഷിംഗ് ബോട്ടൊക്കെ ഫിഷ് ചെയ്ത് ജീവിക്കുന്നത്. നമ്മൾ നേരത്തെ കണ്ടില്ലേ, ഞാനൊക്കെ ഈ വീഡിയോസിലൂടെ കണ്ടിട്ടുള്ള ഗ്രീസിലും വെന്നീസിലെ ആ ഒരു ചെറിയ ചെറിയ പാലത്തിൻ്റെ അടിയിൽ കൂടെയൊക്കെ നമ്മളിങ്ങനെ പോകുന്ന ഒരു കാഴ്ച, അതൊക്കെ ഭയങ്കര രസമായിരിക്കും. നമ്മുടെ നാട്ടിലൊക്കെ വേറെ രീതിയിലാണ് അനുഭവങ്ങൾ, പക്ഷേ ഇവിടെ മറ്റൊരു രീതിയിലാണ്. എനിക്കെന്തായാലും വളരെ ഇഷ്ടപ്പെട്ടു. ഇത്രയും വെള്ളം തൊട്ടടുത്തൂടെ ആൾക്കാർ താമസിക്കുന്നതിൻ്റെ അടുത്തൂടെയാണ് പോകുന്നത്, അല്ല റോഡ് സൈഡിൽ കൂടെയാണ് പോകുന്നത്. എന്നിരുന്നാൽ പോലും ഒരു മാലിന്യം പോലും ഇവർ വലിച്ചെറിയുന്നില്ല എന്നാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. നമ്മുടെ നാട്ടിലൊക്കെ ഇതുപോലെ ഒരു ചെറിയ തോടും ഒരു കനാലൊക്കെ ഒഴുകുകയാണെങ്കിൽ നമ്മളതിലേക്ക് എന്തുമാത്രം വേസ്റ്റ് കൊണ്ട് എറിയുന്നതിൽ വളരെ സ്വാഭാവികമായിട്ട് നമുക്ക് അവിടെ ചിന്തിക്കാവുന്ന കാര്യമേ ഉള്ളൂ. ഫുള്ള് ഇതിനു മുമ്പേ അഴുക്ക് ചാലായിട്ട് മാറുന്ന ഒരു സ്ഥലമായിട്ട് മാറിയിരിക്കും ആ ഒരു കനാൽ എന്ന് പറയാൻ. പക്ഷേ ഇവിടെ ആ ഒരു നല്ല രീതിയിൽ സംരക്ഷിച്ചു പോകുന്നു. ഇതൊരു ചെറിയൊരു ബസ് സ്റ്റോപ്പാണ്. നമ്മുടെ നാട്ടിൽ നിന്നും വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു ബസ് സ്റ്റോപ്പാണ്. നമ്മുടെ നാട്ടിൽ 2 പൈപ്പാണ് കൊണ്ട് ചെയ്യണമെങ്കിൽ, ഇരിക്കാൻ വേണ്ടി 2 പൈപ്പാണ് ചെയ്യുന്നതെങ്കിൽ ഇവിടെ നമ്മുടെ ജനലിൻ്റെ കമ്പികൾ കൊണ്ട് ഒരു ഇരിപ്പിടം അവർ നിർമ്മിച്ചിരിക്കുന്നു. ഒരു കൗതുകമായിട്ടുള്ള കാഴ്ചയായിരുന്നു. നിങ്ങളൊന്ന് കണ്ടപ്പോൾ ഷൂട്ട് ചെയ്ത് കാണിക്കണമെന്ന് വിചാരിച്ചു. പിന്നെ വേസ്റ്റ് ബോക്സൊക്കെ, വേസ്റ്റ് ഇടേണ്ട സെറ്റപ്പൊക്കെ ഉണ്ട്. പിന്നെ യൂറോപ്പിലെ നമ്മുടെ ആൾക്കാരുടെ നായ് സ്നേഹം നമുക്കിവിടെ കാണാം. നമ്മുടെ നാട്ടിലെ ആൾക്കാർ വളർത്താൻ പേടിക്കുന്ന പിറ്റ്ബുള്ളാണ് നമ്മുടെ എൻ്റെ ഫ്രണ്ടിൽ കൂടെ പോകുന്നത്. വളരെ ഭംഗിയായിട്ട് അവരതിനെ വളർത്തുന്നുണ്ട്. പിന്നെ ഇവിടുത്തെ ട്രാൻസ്പോർട്ട് ബസ്സുകൾ നമുക്ക് കാണാം. പിന്നെ ഇവിടെ ഇതിൻ്റെ ഫ്രണ്ടിലായിട്ട് തന്നെ ഒരു പള്ളിയുണ്ട്. അതൊരു ഭയങ്കര രസമായിട്ടുള്ളൊരു ഭംഗിയാണ്. നമ്മുടെ നാട്ടിൽ നിന്നും ഇവിടുത്തെ പള്ളികൾക്കൊക്കെ വളരെ വ്യത്യസ്തമായൊരു മോഡലാണ്. ഒരു യൂറോപ്യൻ കൺട്രി ആയതുകൊണ്ട് തന്നെ ഫുള്ള് യൂറോപ്യൻ ടച്ചിലായിരിക്കും നമ്മളിവിടുത്തെ പള്ളിയെ കാണുന്നത്. പിന്നെ ഇവിടെ ഇഷ്ടംപോലെ സ്ഥലങ്ങളൊക്കെ ഇങ്ങനെ ഒഴിഞ്ഞു കിടക്കുകയാണ്. പക്ഷെ എന്നിരുന്നാലും അവരെല്ലാം നല്ല രീതിയിൽ ആ ഒരു സ്ഥലത്തിനെ ക്രമീകരിച്ച് നല്ല രീതിയിൽ വൃത്തിയായിട്ട് തന്നെ അവർ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നുണ്ട്. അതാണ് ഏറ്റവും വലിയ കാര്യം. പിന്നെ ഇഷ്ടംപോലെ ബാറുകളൊക്കെ നമുക്ക് പോകുന്ന വഴി കാണാം. ബാറുകൾ, അതിൻ്റെ റെസ്റ്റോറൻറ്റുകൾ, അതൊക്കെ ഭയങ്കര സിമ്പിളായിരിക്കും. ഇവരെ ഈ കടയൊക്കെ വളരെ സിമ്പിളാണ്. ടേബിൾ സെറ്റിംഗ് ആയാലും ഫുൾ സിമ്പിളാണ്. പക്ഷേ അതൊരു യുണീക്ക് ടച്ചായിരിക്കും. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. നമ്മുടെ ഇതൊക്കെ റോഡ് സൈഡിലുള്ള നമുക്ക് ആൾക്കാർക്ക് നടന്നു പോകാൻ വേണ്ടിയുള്ള ഈ ഷോപ്പുകളുടെ ഫ്രണ്ടിലുള്ള ഒരു കാൽനട ഒരു പാതയാണ്. പക്ഷേ അത് ഫുൾ ഇറ്റാലിയൻ മാർബിൾ കൊണ്ട് ഫുള്ള് അവർ ചെയ്തിട്ടുണ്ട്. അപ്പം ആ റോഡിൽ കൂടെ പോകുന്ന വണ്ടികൾക്കോ അല്ലെങ്കിൽ നടന്നു പോകുന്ന ആൾക്കാർക്കോ ഒരു തരത്തിലും ബുദ്ധിമുട്ടില്ലാത്ത രീതിയിലാണ് അവർ ചെയ്തിരിക്കുന്നത്. എല്ലാ ഷോപ്പുകളും ക്രിസ്മസിന് വേണ്ടി അവർ ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ്. വളരെ ഭംഗിയായിട്ട് എല്ലാ ഷോപ്പുകളും അവർ ക്രമീകരിച്ചിരിക്കുന്നു. പല പല ബ്രാൻഡുകൾ നമുക്ക് കാണാം. നമ്മുടെ ഈ നടന്നു പോകുമ്പോൾ തന്നെ നമ്മൾ ആകർഷിക്കുന്ന രീതിയിലാണ് ഇവിടുത്തെ ആ ഒരു പ്രൈസ് രീതിയായാലും ആ ഒരു ഡിസ്പ്ലേ ആയാലും ഒരു രക്ഷയില്ല. പിന്നെ റെസ്റ്റോറൻറ്റുകളായാലും എല്ലാം ഒരു രക്ഷയില്ല. ഒരു ഭംഗിയുള്ള ഒരു റെസ്റ്റോറൻറ്റുകളും ഒരു സിമ്പിളാണ്, പക്ഷേ ഭയങ്കര യൂണിക് ടച്ചുള്ള ഒരു റെസ്റ്റോറൻറ്റും അങ്ങനത്തെ സംഭവങ്ങളാണ്. അവിടുത്തെ റോഡുകളായാലും ഒന്നും പറയാനില്ല, വേറെ ലെവൽ. നമ്മുടെ നാട്ടിലൊക്കെ ഇപ്പോൾ റോഡുകളൊക്കെ നല്ല രീതിയിൽ സെറ്റായി വരുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ തന്നെ എവിടെയും ഇതെനിക്കറിയത്തില്ല ആരാണെന്ന്. അപ്പം എനിക്ക് തോന്നുന്നു പണ്ടൊക്കെ ഇവിടെ ആരെങ്കിലും ഭരിച്ചിട്ടുള്ള അല്ലെങ്കിൽ ഒരു മുതിർന്നൊരു നേതാവായിരിക്കാം, പണ്ടത്തെ ഒരാളായിരിക്കും. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പ്രതിമയൊക്കെ വെച്ചിരിക്കുകയാണ്. പക്ഷെ അതിരുന്നാലും നല്ല രീതിയിൽ അവർ കാത്തു സൂക്ഷിച്ച് പോകുന്നുണ്ട്. നമ്മുടെ നാട്ടിലെ കാക്കയ്ക്കൊന്നും ഇരിക്കാൻ വേണ്ടി അവർ കൊടുക്കുന്നില്ല. നല്ല രീതിയിൽ തന്നെ
അവർ അതിനെ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നുണ്ട്. അതാണ് ഏറ്റവും വലിയ കാര്യം. അപ്പോൾ നമുക്ക് എന്തായാലും കുറച്ചുകൂടെ മുമ്പിലൂടെ നടക്കാം. മുമ്പിലായിട്ട് തന്നെ ഒരു വലിയൊരു നമ്മുടെ ഈ പാർക്കിലെ കാണുന്ന പോലെ തന്നെ ഒരു വലിയൊരു ചക്രത്തിൽ നമ്മളെ ഈ ഊഞ്ഞാലുകളിങ്ങനെ കെട്ടിയിട്ടിരിക്കുകയാണ്. നമുക്ക് എന്തായാലും അത് ജസ്റ്റ് ഒന്ന് നോക്കാം. എനിക്കെന്തായാലും എവിടെ വന്നിട്ട് വേറെ കാഴ്ച ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞാൽ, നമ്മുടെ ഇറ്റലിയിൽ ഇപ്പോഴത്തെ കാലാവസ്ഥയെന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ കൊളോസിയ, നമ്മുടെ ആ ലോകാത്ഭുതം, ആ ഒരു സ്ഥലത്തിൻ്റെയൊക്കെ കാലാവസ്ഥയെന്ന് പറഞ്ഞാൽ ഫുള്ള് മഞ്ഞിങ്ങനെ സ്നോ ഇങ്ങനെ വിടുന്നുകൊണ്ടിരിക്കുന്ന കാലാവസ്ഥയാണ്. പക്ഷെ ഇവിടെ നല്ല തണുപ്പാണ്, സ്നോ ഒന്നുമില്ല. അപ്പം ഇവിടുത്തെ കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടി ഇവർ സ്നോ ഉണ്ടാക്കിയിരിക്കുകയാണ്. അതാണ് ഏറ്റവും വലിയ കാര്യം. ഇതും ഒരാളെ പ്രതിമ വെച്ചിരിക്കുകയാണ്. ഷാരെന്ന് എനിക്ക് ദൂരെ നിന്ന് കാണാൻ സാധിക്കുന്നില്ല, പേര് വായിക്കാൻ സാധിക്കുന്നില്ല. അപ്പം ഇവിടുത്തെ കുട്ടികൾ കളിക്കാൻ വേണ്ടി ഒരു പാർക്ക് പോലെ അവർ സ്നോ ചെയ്തിരിക്കുകയാണ്. അത് ഭയങ്കര രസമായിട്ടുള്ള ഒരു സംഭവമായിരുന്നു. ഇവിടുത്തെ കുട്ടികൾക്ക് ആ ഒരു മഞ്ഞ് ആ ഒരു സ്ഥലത്ത് ഇരുന്ന് കളിക്കുന്നത് പോലെ തന്നെ ആ ഒരു ഫീൽ അവർക്ക് ലഭിക്കാൻ വേണ്ടി ആ ഒരു ഫുള്ള് ഐസ് അവർ സെറ്റ് ചെയ്തിരിക്കുകയാണ്. അത് ഭയങ്കര എനിക്കൊരു പുതിയൊരു കാഴ്ചയായിട്ടാണ് തോന്നിയത്. നമ്മുടെ നാട്ടിലും ഇങ്ങനെ കുട്ടികൾ കളിക്കാൻ വേണ്ടി ഒരു പാർക്ക് സെറ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ നമുക്ക്. ഇതെല്ലാം ഫുള്ള് മഞ്ഞാണ്, നമ്മുടെ ഐസ് ഇങ്ങനെ പൊടിഞ്ഞ് ആ ഒരു പുറം ഭാഗം ഇങ്ങനെ പൊടിഞ്ഞ് ഇളവുന്നൊരു രീതിയാണ്. അടി ഫുള്ള് ഐസാണ്. അതൊരു ഭയങ്കര ഒരു രസമായിട്ടുള്ള കാഴ്ചയായിരുന്നു. കുട്ടികളൊക്കെ നല്ല രീതിയിൽ എൻജോയ് ചെയ്ത് കളിക്കുന്ന ഒരു കാഴ്ച എനിക്ക് ഇവിടെ നിന്ന് കാണാൻ സാധിച്ചു. ഫാമിലിയായിട്ട് വന്ന് ഫാമിലി പുറത്തിരിക്കുകയാണ്. ഇവിടെ നിന്ന് ടിക്കറ്റ് കൗണ്ടറൊക്കെ ഇവിടെ ഉണ്ട്. നമുക്ക് ടിക്കറ്റ് എടുത്തിട്ട് നമുക്ക് കുട്ടികളെ അകർത്ത് കളിക്കാനായിട്ട് വിടാം. ഇഷ്ടംപോലെ കുട്ടികളൊക്കെ വന്ന് കളിക്കുന്നുണ്ട്. ഭയങ്കര രസമാണ് അത് കാണാൻ. എന്തായാലും എനിക്കൊരു പുതിയൊരു കാഴ്ചയായിരുന്നു. നമ്മുടെ നാട്ടിലും ഇത് സെറ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഈ ഒരു എപ്പിസോഡ് വളരെ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നമുക്കെന്തായാലും ലിവർണോരെ പുതിയ കാഴ്ചകളിലേക്ക് നമുക്ക് പോകാം. ഇഷ്ടംപോലെ കാഴ്ചകൾ കവർ ചെയ്യാനുണ്ട്. അപ്പോൾ നമുക്കെന്തായാലും അടുത്ത വീഡിയോയിലേക്ക് കാണാം. ഈ വീഡിയോ ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.